എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. വിക്രമാദിത്യ കഥകളിൽ ഇന്ന് 28ാമത്തെ സാലഭഞ്ജിക പറഞ്ഞ കഥ കേൾക്കാം. അന്നും പതിവ് പോലെ സിംഹാസനാരോഹണത്തിനായി ഭോജരാജാവ് പരിവാരസമേതം എത്തിച്ചേർന്നു. പടികൾ കയറി 28ാമത്തെ പടിയിലെത്തിയപ്പോൾ അവിടെ നിന്ന മനോമോഹിനി എന്നു പേരായ സാലഭഞ്ജിക രാജാവിനെ തടഞ്ഞു. അല്ലയോ ഭോജരാജാവേ, വിശ്വവിസ്തൃതനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനം താങ്കൾക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയാത്തത്ര ഉയരത്തിലാണ്. ഭോജരാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ സഖികളെപ്പോലെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ അപദാനങ്ങൾ വർണ്ണിക്കാൻ നിന്റെ പക്കൽ കഥയൊന്നുമില്ലേ? അതുശരി, കഥകൾ കേട്ടുകേട്ട് അങ്ങയും വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആരാധകനായി മാറിയെന്ന് തോന്നുന്നു. അതിൽ തെല്ലും അത്ഭുതമില്ല. ആരെയും വശീകരിക്കാൻ പോരുന്ന അത്ഭുത വ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ ചക്രവർത്തി. അതിനുദാഹരണമായി ഞാനൊരു സംഭവം വിവരിക്കാം. വിക്രമാദിത്യനും ഭട്ടിയും ഒരിക്കൽ കാടാറ് മാസ യാത്രയിലായിരുന്നു. ഒരു ദിക്കിൽ ചെന്നപ്പോൾ അവിടം പ്രായണ വിജനമായിരുന്നു. 4 or 5 വീടുകൾ മാത്രം. അവയിലൊന്നും തന്നെ ആ സമയം ആളുകൾ ഉണ്ടായിരുന്നില്ല. ദാഹമടക്കാൻ ഒരു തുള്ളി വെള്ളമോ വിശപ്പകറ്റാൻ ഒരു പഴമോ എങ്ങും കിട്ടിയില്ല. 2 പേരും ഏറെ ക്ഷീണിതരായി. ആ സമയം അകലെ നിന്നൊരു ബ്രാഹ്മണൻ അവരെ കണ്ട് അവിടേക്ക് നടന്നെത്തി. നിങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് തോന്നുന്നു. ദാഹവും വിശപ്പും നന്നേ അലട്ടുന്നുണ്ടെന്നും കണ്ടാൽ മനസ്സിലാകും. ഒട്ടും വിഷമിക്കേണ്ട. അല്പം അകലെ എൻ്റെ ഗൃഹമുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. ബ്രാഹ്മണൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇരുവരും അയാളുടെ ഗൃഹത്തിൽ ചെല്ലുകയും അദ്ദേഹം ആദരവോടെ ഇരുവരെയും സൽക്കരിക്കുകയും ചെയ്തു. ദാഹവും വിശപ്പും ക്ഷീണവും മാറിയ ശേഷം വിക്രമാദിത്യനും ഭട്ടിയും ബ്രാഹ്മണന് നന്ദി ചൊല്ലി അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ബ്രാഹ്മണനെ ഉജ്ജയിനിലേക്ക് ക്ഷണിക്കാനും അവർ മറന്നില്ല. അപ്പോഴാണ് താൻ ക്ഷണിച്ചുകൊണ്ടുവന്ന് സൽക്കരിച്ചത് വിക്രമാദിത്യ ചക്രവർത്തിയാണെന്ന സത്യം ബ്രാഹ്മണൻ അറിഞ്ഞത്. വിക്രമാദിത്യൻ്റെ ക്ഷണമനുസരിച്ച് പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ബ്രാഹ്മണൻ ഉജ്ജയിനിയിലെത്തി. ചക്രവർത്തി അദ്ദേഹത്തെ ഉചിതമായി സ്വീകരിച്ച് സൽക്കരിച്ചത് കൂടാതെ കുറേയേറെ ധനം പാരിതോഷികമായി നൽകുകയും ചെയ്തു. ബ്രാഹ്മണൻ കുറച്ചു ദിവസം അവിടെ വസിക്കുകയും ചെയ്തു. ഒരു നാൾ വിക്രമാദിത്യൻ്റെ പുത്രന്മാരിൽ ഒരാളെ കാണാതായി. മകനെ കണ്ടുപിടിക്കാൻ അദ്ദേഹം പല ദിക്കിലേക്കും ആളുകളെ അയച്ചു. അപ്പോഴാണ് മറ്റൊരു സംഗതി വെളിവായത്. താൻ ക്ഷണിച്ചു വരുത്തി കൊട്ടാരത്തിൽ താമസിപ്പിച്ച ബ്രാഹ്മണനെയും കാണുന്നില്ല. കുടുംബം നരച്ച ഒരു ബ്രാഹ്മണനോടൊപ്പം കൊച്ചു രാജകുമാരൻ നടന്നു പോകുന്നത് കണ്ടതായി ഒരു നഗരവാസി വെളിപ്പെടുത്തി. അതോടെ ബ്രാഹ്മണന് വേണ്ടിയായി തെരച്ചിൽ. അല്പസമയത്തിനകം നഗരപ്രാന്തത്തിൽ വെച്ച് ബ്രാഹ്മണനെ കണ്ടെത്തി. ഭടന്മാർ അയാളെ കൈയോടെ പിടിച്ച് കൊട്ടാരത്തിലെത്തിച്ചു. രാജകുമാരനെ താൻ തട്ടിക്കൊണ്ടു പോയതാണെന്ന് ബ്രാഹ്മണൻ സമ്മതിച്ചു. കുട്ടിയുടെ കഴുത്തിൽ കിടന്ന മരതകമാല കവർന്നെടുക്കാനാണ് അങ്ങനെ ചെയ്തത്. ആ ശ്രമത്തിൽ കുട്ടി കൊല്ലപ്പെട്ടുവെന്നും തന്നോട് ക്ഷമിക്കണമെന്നും ബ്രാഹ്മണൻ വിക്രമാദിത്യനോട് അപേക്ഷിച്ചു. ബ്രാഹ്മണന് മരണശിക്ഷ നൽകേണ്ടതാണെന്ന് മന്ത്രിമാരെല്ലാവരും അഭിപ്രായപ്പെട്ടു. എന്നാൽ വിക്രമാദിത്യൻ ആ ബ്രാഹ്മണൻ്റെ സമീപത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങ് എന്തിനാണ് ഇത്രയും വലിയ പാപം ചെയ്തത്? ആ പിഞ്ചുകുഞ്ഞ് എന്തു തെറ്റ് ചെയ്തിട്ടാണ് അങ്ങ് അവനെ കൊന്നുകളഞ്ഞത്? അവൻ്റെ കഴുത്തിലെ മാല വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. ഇത്രയും പറഞ്ഞതിന് ശേഷം തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വിലയേറിയ മാല കൂടി ഊരി ആ മനുഷ്യന് നൽകി. അടുത്ത ക്ഷണം ആ ബ്രാഹ്മണൻ വിക്രമാദിത്യന് മുന്നിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് പറഞ്ഞു. മഹാത്മൻ, അങ്ങ് വീരശൂര പരാക്രമിയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ജ്ഞാനസമ്പന്നനാണെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ വൈകാരിക പക്വത എത്രയുണ്ടെന്ന് കൂടി അറിയണമല്ലോ. അതിനായി ഞാൻ നടത്തിയ ഒരു നാടകമാണിത്. അങ്ങയുടെ ഓമനപുത്രൻ സുരക്ഷിതനാണ്. അവനെ വധിക്കാൻ പോയിട്ട് ഒന്ന് വഴക്കു പറയാൻ കൂടി എനിക്കാവുമോ? അങ്ങ് അത്ഭുതകരമാവണ്ണം ശാന്തശീലനാണെന്ന് കൂടി ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. കുറച്ചു നേരത്തേക്ക് ഒരു പരിഭ്രമം ഉണ്ടാക്കിയതിൽ എനിക്ക് മാപ്പ് തരൂ. പക്ഷേ ഈ സംഭവം പ്രസിദ്ധമാകും. ഭരണാധികാരികൾക്ക്
ശാന്തത കൂടിയേ തീരൂ എന്ന തത്വം ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കാൻ ഈ സംഭവം പര്യാപ്തമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിക്രമാദിത്യൻ ആ ബ്രാഹ്മണന് ഒട്ടേറെ സമ്മാനങ്ങൾ നൽകിയാണ് പിന്നീട് യാത്രയാക്കിയത്. എത്ര വലിയ പ്രതിസന്ധിയിലും ശാന്തശീലം വിടാത്ത ഞങ്ങളുടെ സ്വാമി ഭൂമിയിൽ ഇനിയുണ്ടാകാൻ പോകുന്ന എല്ലാ ഭരണാധികാരികൾക്കും സാധാരണ ജനങ്ങൾക്കും എക്കാലവും മാതൃകയാകുന്നു. ഇത്രയും പറഞ്ഞ് സാലഭഞ്ജിക കഥ അവസാനിപ്പിച്ചു. ഭോജരാജാവ് അന്നത്തെ പരിപാടികളെല്ലാം നിർത്തിവെച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു.